Hi children, today let us move on to the next lesson. Rosa Parks sat still. So here it's a story about a common lady, or we can say a normal human, how she become an extraordinary woman. It proves the story of a extraordinary, how she became from a normal human to an extraordinary one or a superhero. The biggest success often results from the most difficult battles. ഫസ്റ്റ് തന്നെ നമ്മളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത് നോക്കി, ദ ബിഗ്ഗസ്റ്റ് സക്സസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫൻ റിസൾട്ട് ഫ്രം ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ബാറ്റിൽസ്. ഏറ്റവും വലിയ സക്സസ് എപ്പോഴും ഉണ്ടാവുന്നത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ബാറ്റിൽസിൽ നിന്നാണ്. സോ ഹിയർ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് റോസാ പാർക്കിൻ്റെ ബാറ്റിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ നമ്മൾ ഇനി കാണാൻ പോകുന്നത് റോസാ പാർക്കിൻ്റെ ജീവിതത്തിൽ, ആൻഡ് ബിഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ഇറ്റ്സ് എ റിയൽ ഇൻസിഡൻറ്റ്. നമ്മൾ കൂടുതലും നമ്മൾ കാണുന്ന സ്റ്റോറീസ് കൂടുതലും നമ്മൾ കാണുന്നത് ഇമാജിനറി വൺസ് ആണ്. പക്ഷേ നമ്മൾ ഇവിടെ ഇനി കാണാൻ പോകുന്നത് ഇറ്റ്സ് എ റിയൽ സ്റ്റോറി, ഇറ്റ്സ് എ റിയൽ ലൈഫ് സ്റ്റോറി, ഇറ്റ്സ് എ റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്. ഇവിടെ നമ്മളോട് ഓഥറിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, റോസാ പാർക്ക്. 1913 to 2005. 1913 she born, and on the year of 2005 she died. And she was an African American civil right activist. So she was a very strong activist, and she was എന്തിനഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിസ്റ്റ് ആണ്. ഷി വാസ് എൻ ആഫ്രിക്കൻ അമേരിക്കൻ ആണ്. ആ സിവിൽ റൈറ്റ്, ആ ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ സിവിൽ റൈറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു ആക്ടിവിസ്റ്റാണ്. whom the United Congress called the first lady of civil rights. നമ്മൾ സിവിൽ റൈറ്റ് മൂവ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ലേഡി എന്ന് US വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് റോസാ പാർക്ക്. അതുപോലെ തന്നെ ആൻഡ് ദ മദർ ഓഫ് ദ ഫ്രീഡം, അവർ ഒരു പേര് കൂടി വിളിക്കാറുണ്ട്, മദർ ഓഫ് ഫ്രീഡം എന്നുള്ളൊരു പേര് കൂടി അവർക്ക് കൊടുക്കാറുണ്ട്. ആൻഡ് ഒരു വലിയ പ്രത്യേകത നിങ്ങൾ നോക്കുക, ഹെർ ബർത്ത്ഡേ February 4th, and the day she was arrested, the December 1, have both become Rosa Parks Day, commemorated in both California and Ohio. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാളുടെ ബർത്ത്ഡേ, അതുമാത്രമല്ല അവർ അറസ്റ്റ് ചെയ്ത ദിവസവും, അവരുടെ ബർത്ത്ഡേയും അവർ അറസ്റ്റ് ചെയ്ത ദിവസവും വളരെ കാര്യമായിട്ട് ആഘോഷിക്കപ്പെടുന്ന രണ്ട് സ്ഥലങ്ങളാണ് കാലിഫോർണിയയും ഓഹിയോയും. നമ്മൾ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, വളരെ സാധാരണ ജീവിതം നയിച്ചിരുന്ന, വളരെ കോമൺ ലൈഫ് നയിച്ചിരുന്ന ഒരു വളരെ സാധാരണ ഒരു ലേഡിയായിരുന്നു റോസാ പാർക്ക്. അല്ലാതെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയും നമുക്ക്, ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയും നമുക്ക് റോസാ പാർക്കിൻ്റെ പേരിൽ അവകാശപ്പെടാനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോൾ എങ്ങനെയാണ് ഒരു സാധാരണക്കാരിയായ സ്ത്രീ ഒരു ആക്ടിവിസ്റ്റായി മാറിയത്? അതും ഒരു വളരെ വളരെ ചെറിയൊരു ഇൻസിഡൻറ്റ് കൊണ്ട് എങ്ങനെയാണ് ഒരു സാധാരണക്കാരി ഒരു വലിയ ആക്ടിവിസ്റ്റ് ആയതെന്നാണ് നമ്മളിവിടെ കഥയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം. സോ ഓൺ December 1, 1955, റോസാ പാർക്ക് റിഫ്യൂസ്ഡ് മൂവ്. സോ ആ ഇൻസിഡൻറ്റ് സംഭവിച്ചത് December 1, 1955 ഒരു December 1 റോസാ പാർക്ക് വാസ് റിഫ്യൂസ് ടു മൂവ്. റോസാ പാർക്ക് മൂവ് ചെയ്യാനായി നിഷേധിച്ചു. അവൾ മൂവ് ചെയ്യാനായി തയ്യാറായില്ല. അതായിരുന്നു അവളുടെ ലൈഫിലെ ഏറ്റവും മാറ്റങ്ങൾ വരുത്തിയ ഇൻസിഡൻറ്റ് സംഭവിച്ചത് അവിടെയായിരുന്നു. നമുക്ക് നോക്കാം. ആൻഡ് ദിസ് ട്രാൻസ്ഫോംഡ്, ആ ഒരു റിഫ്യൂസൽ, അവൾ മൂവ് ചെയ്യാൻ തയ്യാറായത് 1,000,000 ആൾക്കാരുടെ ലൈഫിനെ ബാധിക്കാനിടയാക്കി. അതെങ്ങനെ സാധിക്കും? ഒരു ചെറിയൊരു മൂവ് ചെയ്യില്ല എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ചേഞ്ച് ഉണ്ടാക്കുന്നത്? നമുക്ക് നോക്കാം.
So Rosa Parks had been working all the day. So on that particular day, on December 1st, she was working for the whole day and she was really tired. Work was really heavier. Work had been heavier than usual. സാധാരണയിൽ കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദർ വാസ് ഓൺലി വൺ തോട്ട് ഇൻ ഹർ മൈൻഡ്. നമ്മളുടെ അമ്മമാരൊക്കെ പറയില്ലേ, ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് ഇരുന്നാൽ മതി എവിടെയെങ്കിലും, അതുപോലെ അത്രയും ടയേർഡായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചാണ് റോസാപ്പാക്ക് അന്ന് വന്നത്. ആൻഡ് ഷി വാണ്ടഡ് ടു സിറ്റ് ഡൗൺ, ബട്ട് ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ് ആൻഡ് എവറിബഡി വാസ് ഗോയിങ് ഹോം. സോ ഷി കുഡിൻ ഗെറ്റ് ടു ജസ്റ്റ് സിറ്റ് ഡൗൺ. ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഒന്ന് ഇരിക്കാൻ സമയം കിട്ടിയില്ലെന്നോ. നമ്മളെ സംബന്ധിച്ച് അത് എന്താ ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരിക്കും. പക്ഷേ നിങ്ങളുടെ പാരൻസിൻ്റെ അത്ര ആകുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുക. ഒന്നിരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം പോലും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാം നമ്മുടെ വർക്ക് കൊണ്ട്. അപ്പോൾ ഇവിടെ അന്ന് റോസാപ്പാക്കിനൊന്ന് ഇരിക്കാൻ പോലുള്ള സമയം കിട്ടിയില്ല, അത്രയ്ക്കും ഹെവി ആയിരുന്നു വർക്ക്. അപ്പോൾ റോസാപ്പാക്കിന് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്ന് തോന്നി. പക്ഷേ വീട്ടിൽ പോകാനായി സമയം വൈകുന്നു. അതുകൊണ്ട് റോസാപ്പാർക്ക് എന്ത് ചെയ്തു, എല്ലാവരും പോകുന്നതോടൊപ്പം അവളും ഇറങ്ങി. റോസ walked to the bus stop and got on a bus. She just stepped into a bus. There was many vacant seats. അപ്പോൾ റോസ പാർക്ക് ടയേർഡ് ആണെങ്കിലും അവൾ ഒരു ബസ് കണ്ടെത്തി. ബസ് അവിടെ ഉണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഒരു വിധത്തിൽ ബസ്സിൽ കയറി. അവിടെ ബസ്സിലാണെങ്കിലോ there were many vacant seats and she paid her fare and sat down on the nearest seat. അപ്പോൾ അവൾക്കൊരു ഭാഗ്യമായിട്ട് തോന്നി, കാരണം there were many vacant seats. അങ്ങനെ അവളുടെ ഫെയർ, അവൾ കൊടുക്കാനുള്ള ടിക്കറ്റിൻ്റെ പൈസ അവൾ കൊടുത്തിട്ട് she just sat down. The bus was nearly empty. ബസ് വളരെ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. It was almost empty. Rosa felt grateful. Grateful means thankful. Rosa in her heart she became really grateful to God. Her feet was really tired. She was really tired and they really needed a rest. റോസയുടെ കാലുകൾ റെസ്റ്റ് ആഗ്രഹിച്ചു. ആൻഡ് ദാറ്റ് വാസ് ഹൗ സംതിങ് ഓൺലി റോസ ന്യൂ. അത് മാത്രമാണ് അവളുടെ മനസ്സിൽ തോന്നിയത്. അവളുടെ കാലുകൾക്ക് റെസ്റ്റ് ആവശ്യമാണ്. അത് മാത്രമായിരുന്നു അവളുടെ മനസ്സിലേക്ക് വന്ന കാര്യം. സോ the driver of the bus knew nothing about her feet. Quite naturally, the driver was not bothering about her feet. She is a stranger for him. അല്ലേ, ഡ്രൈവർ ഒരിക്കലും അവളുടെ ഫീറ്റിനെ കുറിച്ചോ അവളുടെ കാല് ഇത്രയും ടയേർഡാണെന്നുള്ളതിനെ കുറിച്ചോ ഒന്നും ഡ്രൈവർക്ക് അറിയില്ല. ആൻഡ് ഹി ഡിഡ് നോട്ട് ഈവൻ നോ ഹെർ നെയിം. ഡ്രൈവർക്ക് അവളുടെ പേര് പോലും അറിയില്ല. ഷി വാസ് എ ബ്ലാക്ക് പാസഞ്ചർ. ബട്ട് വൺ തിങ്, the only thing the driver knew about her was she is a black passenger. അത് മാത്രമാണ് അയാൾക്ക് അവളെക്കുറിച്ച് അറിയാവുന്നത്. ബട്ട് he saw that she was not white. അല്ലേ, അവൾ വൈറ്റ് അല്ല എന്ന് മാത്രം അയാൾക്ക് മനസ്സിലായി. ആൻഡ് ദാറ്റ് he thought was all he needed to know about her. അത് മാത്രമാണ് അയാൾക്ക് അറിയേണ്ടിയിരുന്നത്. ബട്ട് he was making a mistake. It was a mistake that cost the company a lot of money. അപ്പോൾ അയാൾ ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്തു. അത് ആ കമ്പനിക്ക് തന്നെ വലിയൊരു നഷ്ടം ഉണ്ടാക്കുന്നൊരു മിസ്റ്റേക്കാണ് അയാൾ ചെയ്തത്. എന്താണെന്ന് നോക്കാം. Our story begins in America in a town called Montgomery. അപ്പം നമ്മളുടെ കഥ തുടങ്ങുന്നത് ഒരു അമേരിക്കയിലുള്ള ഒരു ടൗൺ. ആ ടൗണിൻ്റെ പേര് മോൺട്ഗോമറി. സോ റോസ വാസ് എൻ ഓർഡിനറി വുമൻ വിത്ത് എ ജോബ് ഇൻ എ ഡ്രസ് മേക്കേഴ്സ് ഷോപ്പ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഡ്രസ് മേക്കറിൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു വളരെ ഡെയിലി എന്നൊക്കെ നമ്മൾക്ക് അത്രയ്ക്കും എഡ്യൂക്കേറ്റഡ് ആണെന്ന് നിർബന്ധമില്ല, അത്രയ്ക്കും ഒരു വളരെ നോർമലായിട്ടുള്ള ഒരു ലേഡിയായിരുന്നു. ദ ഡേ വാസ് എൻ ഓർഡിനറി വർക്കിംഗ് ഡേ. അതും പ്രത്യേകതയുള്ള ഒരു ദിവസവുമായിരുന്നില്ല റോസയെ സംബന്ധിച്ച്. ദാറ്റ് വാസ് ഓൺലി ആൻ ഓർഡിനറി ഡേ ആൻഡ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ഡിസംബർ ഇൻ ദ ഇയർ. പക്ഷേ എന്നായിരുന്നു അത്? നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. എന്നായിരുന്നു നമ്മുടെ ലെസൺ തുടങ്ങിയത് തന്നെ അത് പറഞ്ഞിട്ടായിരുന്നു. എന്തായിരുന്നു? 1st December 1955. റോസ ഹാഡ് എ ലവിങ് ഫാമിലി. ഷീ എൻവിഡ് നോബഡി. റോസയ്ക്ക് ഓൾറെഡി ഒരു ലവിങ് ഫാമിലി ഉണ്ട്, വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ലവിങ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട്.
ഷി വാസ് നോട്ട് എൻവിയസ് ടു അതേഴ്സ്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അവൾക്ക്. ഷി വാസ് നോട്ട് ജലസ് ടു അതേഴ്സ്. മറ്റുള്ളവരോട് അസൂയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഷി ഓൾറെഡി ഹാവ് എ ലവിങ് ഫാമിലി. ആൻഡ് ഷി വാസ് നോട്ട് ലീഡിങ്. അവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഇറ്റ്സ് നോട്ട് വിത്ത് എ ഫ്രസ്ട്രേഷൻ ഷീ ഹാഡ് ഡൺ ദാറ്റ്. ഒരു ഫ്രസ്ട്രേഷനോ ഒന്നും കൊണ്ടായിരുന്നില്ല, അവളുടെ ലൈഫിൽ നഷ്ടങ്ങളോ ഒന്നും കൊണ്ടായിരുന്നില്ല അവൾ ആ പ്രവൃത്തി ചെയ്തതെന്ന് നമ്മളോട് ഓർമ്മിപ്പിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. ആൻഡ് her manners were mild. She is not a spontaneous kind of person. She is a very mild character, and she spoke in a quiet, soft voice. So she used to speak out in a very soft voice, and she always spoke in a quiet, soft voice. She always obeyed the laws of the country and broke no rules. ആരുടെയും ഒരു റൂളും, രാജ്യത്തിൻ്റെ ഒരു റൂളും ബ്രേക്ക് ചെയ്യാൻ ഷി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ദാറ്റ്. ബട്ട് ഇൻ ദോസ് ഡേയ്സ് നോട്ട് ഓൾ ലോസ് ആൻഡ് റൂൾസ് വെയർ ഫെയർ. ബട്ട് വാട്ട് ഈസ് ദ സ്പെഷ്യൽ തിങ് അബൌട്ട് ദാറ്റ്? എന്താണ് പ്രത്യേകതയുള്ള കാര്യം? On that time, the rules were not good enough, or the rules were not just. There were many unfair laws. That day, when Rosa sat in that seat on that bus, അന്ന് റോസ പാർക്ക് അവിടെ ഇരുന്ന സമയത്ത്, ഷീ ഹാഡ് നോട്ട് തോട്ട് ഓഫ് ദ ബ്രേക്കിംഗ് എനി റൂൾ. അവള് അന്ന് ആകെ ടയേർഡായി വന്ന് അവിടെ ഇരുന്ന സമയത്ത് ഒരു നിയമവും ലംഘിക്കണമെന്നുള്ള ഒരു ലക്ഷ്യം അവൾക്ക് ഉണ്ടായിരുന്നില്ല. അവൾക്ക് ആകെ അറിയാവുന്ന കാര്യം എന്താ? അന്ന് അവൾക്ക് ഹെവി വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. അവൾക്ക് ഇരിക്കാൻ സമയം കിട്ടിയില്ല. ഒന്ന് എവിടെയെങ്കിലും ഇരിക്കണം, അത്ര മാത്രമേ അവൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ. സോ ഇറ്റ് ഹാപ്പൻഡ് ബിഫോർ ദ ബസ് സ്റ്റാർട്ടഡ്. അപ്പോൾ സംഭവം നടക്കുന്നത് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് മുൻപാണ്. വെൻ ദ വാർണിംഗ് ബെൽ റാങ്, പാസഞ്ചേഴ്സ് റഷ്ഡ് ഇൻ. അപ്പോൾ അവൾ കയറിയ സമയത്ത് എന്തായിരുന്നു നമ്മളോട് പറഞ്ഞത്? there were so many vacant seats and she just paid her fare and she sat down. അങ്ങനെയായിരുന്നു നമ്മളോട് പറഞ്ഞത് അല്ലേ? ബട്ട് നൗ വാട്ട് ഈസ് ദ കേസ്? ഇപ്പം എന്താണ്? യെസ്, വെൻ ദ ബെൽ റാങ് ഫോർ ലീവിങ് ദ ബസ് അല്ലേ, ബസ് വിടാനുള്ള ബെല്ലറിങ്ങിയതോടുകൂടി വാട്ട് ഹാപ്പൻഡ്? there were so many passengers rushed into the bus and many of them were white Americans. എന്തായിരുന്നു കാര്യം? കുറേ പേര് റഷ് ചെയ്തകത്തേക്ക് വന്നു. അതിൽ കൂടുതൽ പേരും വൈറ്റ് അമേരിക്കൻസ് ആയിരുന്നു. ആൻഡ് ഈച്ച് ടൈം എ വൈറ്റ് പാസഞ്ചർ ക്ലൈംഡ് ഇൻ ടു ദ ബസ്, എ ബ്ലാക്ക് പാസഞ്ചർ ഗോട്ട് അപ്പ് ഫ്രം എ സീറ്റ് ആൻഡ് മൂവ്ഡ് അവേ. എന്ത് സംഭവിച്ചു? whenever a black passenger enter into the bus, whenever a white passenger enter into the bus, ഓരോ വൈറ്റ് പാസഞ്ചർ ബസ്സിനകത്തേക്ക് കയറുമ്പോഴും ഓരോ ബ്ലാക്ക് പാസഞ്ചറായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിക്കൊടുത്തു. got up from the seat and moved away. The rule was simple and clear. Black passengers had to give up their seats when the white passengers came in. റൂള് വളരെ സിമ്പിളായിരുന്നു. എപ്പോഴൊക്കെയാണോ ഒരു ബ്ലാക്ക് പാസഞ്ചർ ബസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്, അവിടെ വൈറ്റ് പാസഞ്ചേഴ്സ് അവരിയ്ക്കുന്ന സീറ്റ് ലീവ് ചെയ്യണം. നമ്മളോട് ഗിവ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഗിവ് അപ്പ്, ലീവ്, അല്ലെങ്കിൽ എന്താ, ഉപേക്ഷിക്കുക, വിട്ടുകളയുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ഗിവ് അപ്പ് ഈസ് എ ഫ്രേസൽ വെർബാണ്. ഗിവ് അപ്പ് അവിടെ വിട്ടുകളയുക എന്നുള്ള അർത്ഥമാണ്. Their seats and white passengers came in. They had to get off the bus and go round to the back door. അപ്പോൾ എന്ത് ചെയ്യണം? അവരവരുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? ബാക്ക് ഡോറിൻ്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കണം. They could get on the bus again as a standing passenger. അവരെന്ത് ചെയ്യണം? അവർക്ക് ട്രാവൽ ചെയ്യാം, പക്ഷേ നിന്നിട്ടേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. That day, all sitting black passengers gave up their seats except Rosa. എന്ത് സംഭവിച്ചു ആ ദിവസം? റോസ ഒഴിച്ച് ബാക്കി എല്ലാ ബ്ലാക്ക് പാസഞ്ചേഴ്സും എഴുന്നേറ്റ് വൈറ്റ് പാസഞ്ചേഴ്സിന് ഇരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് കൊടുത്തു. ബട്ട് ഷീ ഡിഡ് നോട്ട് സീം ടു നോട്ടീസ് ദാറ്റ് വാട്ട് വാസ് ഹാപ്പനിങ്. പക്ഷേ അവൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നതായേ തോന്നിയില്ല. She was not ready to leave her seat. A white passenger stood at the door and looked at her.
ഇത് കണ്ടതോടുകൂടി ഒരു വൈറ്റ് പാസഞ്ചർ കയറി ഇവളെ തന്നെ ഇങ്ങനെ തറപ്പിച്ച് നോക്കുകയാണ്. എന്തൊരു അഹങ്കാരം ഉണ്ടായിട്ടാണ് ഈ ഇരിക്കുന്നത് അല്ലേ, എന്ത് ധൈര്യത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. സ്റ്റിൽ ഷീ ഡിഡ് നോട്ട് മൂവ്. ഷീ സാറ്റ് സ്റ്റിൽ. ഷി വാസ് നോട്ട് റെഡി ടു ലീവ് ഹർ സീറ്റ്. അവൾ ഒരിക്കലും അവളുടെ സീറ്റ് ലീവ് ചെയ്യാൻ തയ്യാറായില്ല. അവൾ അവിടെ തന്നെയായിരുന്നു. ഇറ്റ് വാസ് ടൈം ഫോർ ദ ബസ് ടു ലീവ്. ബട്ട് ഹൗ കുഡ് ദ ഡ്രൈവർ സ്റ്റാർട്ട്? ബസ് വിടാറായി. പക്ഷേ എന്താ പ്രശ്നം? ഡ്രൈവറിന് ബസ് വിടാൻ പറ്റുമോ? എന്താണ്, ഒരു വൈറ്റ് പാസഞ്ചർ നിൽക്കുന്നു, ഒരു ബ്ലാക്ക് പാസഞ്ചർ ഇരിക്കുന്നു. സോ ദാറ്റ് ഈസ്, അന്നത്തെ നിയമം അനുസരിച്ച് ദാറ്റ് ഈസ് നോട്ട് ഫെയർ. എ വൈറ്റ് പാസഞ്ചർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ ആൻഡ് എ ബ്ലാക്ക് പാസഞ്ചർ വാസ് നോട്ട് ഗെറ്റിംഗ് അപ്പ്. സോറി. വൈറ്റ് പാസഞ്ചർ അവിടെ നിൽക്കുന്നു, ഡോർ സ്റ്റെപ്പിൽ നിൽക്കുന്നു, ബ്ലാക്ക് പാസഞ്ചർ ഇരിക്കുന്നു. ദാറ്റ് വാസ് നോട്ട് എ tolerable thing. So other passengers grew impatient. മറ്റുള്ള പാസഞ്ചേഴ്സൊക്കെ ആകെ ഡിസ്റ്റർബ്ഡ് ആവാൻ തുടങ്ങി. ആൻഡ് ദേ ഗേവ് ഹെർ ആംഗ്രി ലുക്സ്. മറ്റുള്ളവരെല്ലാവരും കൂടി റോസയെ എന്തോ വലിയൊരു തെറ്റ് ചെയ്ത പോലെ, വലിയൊരു പാതകം ചെയ്ത പോലെ എല്ലാവരും കൂടി റോസയെ നോക്കി. ഇവളെന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നുള്ള രീതിയിൽ നോക്കി. ദേ മട്ടേർഡ് കേഴ്സസ് അറ്റ് ഹർ. അവൾ എന്ത് ചെയ്തു? അവരെല്ലാവരും അവളെ എന്താ ശപിക്കാൻ തുടങ്ങി, ഓരോരുത്തരായിട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി. കേഴ്സസ്. Then Rosa neither spoke nor stood. But Rosa was not bothering about all this. Rosa was not ready to get up. അപ്പോൾ റോസ ഇതൊന്നും മൈൻഡ് ചെയ്തേയില്ല. റോസ അവിടെ തന്നെ ഇരുന്നു. ഷീ സാറ്റ് സ്റ്റിൽ. ഷീ വാസ് തിങ്കിങ്, വൈ ഷുഡ് ഐ ഗെറ്റ് അപ്പ്? ഐ ഹാവ് പെയ്ഡ് ദ സെയിം ആസ് ദ വൈറ്റ് പാസഞ്ചർ ഹാഡ് പെയ്ഡ്. ഞാൻ എന്തിനാണ് എഴുന്നേൽക്കുന്നത്? ഒരു വൈറ്റ് പാസഞ്ചർ കൊടുക്കുന്ന അതേ എമൗണ്ട്, അതേ ഫെയർ തന്നെയാണ് ഞാനും പേ ചെയ്യുന്നത്. Then why should I? My ticket is not a cent cheaper than his. അയാൾ കൊടുക്കുന്നതിൽ നിന്നും ഒരു ചെറിയ എമൗണ്ട് പോലും കുറവിലല്ല ഞാൻ കൊടുക്കുന്നത്. Then why should I? My ticket is not a cent cheaper than his. This she was thinking, why should I get up? ഞാൻ എന്തിനാ എഴുന്നേൽക്കുന്നത്? Then my ticket is not a cent cheaper than his. I am more than tired than he is. അയാളെക്കാളും എന്തുകൊണ്ടും ഞാൻ ടയേർഡാണ്. Then why should I get up? Then and he neither old nor disabled. ഓക്കെ, അയാൾ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ അയാൾ ഡിസീസ്ഡ് ആണ്, എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ഒരാളാണെങ്കിൽ ഓക്കെ, ഐ എം റെഡി ടു ഗെറ്റ് അപ്പ്. ദെൻ അതർവൈസ് വൈ ഷുഡ് ഐ? അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് എഴുന്നേൽക്കുന്നത്? So why should I give up my seat? He is asking for their seat because he is a white. അയാൾ ചോദിക്കുന്നതിൻ്റെ ഒരു കാരണം, അയാൾ ആകെ പറയുന്നതിൻ്റെ ഒരേ ഒരു കാരണം അയാളൊരു വൈറ്റ് ആണ് എന്നുള്ളതാണ്. പിന്നെ ഞാൻ എന്തിനാണ് അയാൾക്ക് എൻ്റെ സീറ്റ് കൊടുക്കുന്നത് എന്നാണ് അവൾ ആലോചിക്കുന്നത്. So that moment Rosa made a decision. That is, he is asking for the seat because he is white. ആകെ അയാളത് സീറ്റ് ചോദിക്കുന്നതിൻ്റെ ഒരേ ഒരു കാര്യം അയാളൊരു വൈറ്റ് ആണെന്നുള്ളതാണ്. സോ വൈ ഷുഡ് ഐ ലീവ് മൈ സീറ്റ്? എന്തിനാണ്? അങ്ങനെയുള്ളൊരു കാര്യം കൊണ്ട് മാത്രം ഞാൻ എന്തിനാണ് എൻ്റെ സീറ്റ് വിട്ടുകൊടുക്കുന്നത്? ദാറ്റ് കാൺട്ട് ബി റൈറ്റ്. അതൊരു ന്യായമായ കാര്യമല്ല. ദാറ്റ് മൊമെൻറ്റ് റോസ മെയ്ഡ് എ ഡിസിഷൻ. അപ്പോൾ ആ നിമിഷം അവളൊരു ഡിസിഷൻ എടുത്തു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമുക്ക് ജസ്റ്റ് കഴിഞ്ഞു. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.